ബാബിലോണിയ എന്ന നാട്ടിലായിരുന്നു ഇബ്രാഹിം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവായ ആസർ കല്ലുകൊണ്ട് വിഗ്രഹങ്ങൾ കുത്തുന്ന ആളായിരുന്നു. നാട്ടുകാർ മുഴുവൻ ഈ കല്ലുകളെ ദൈവമായി കണ്ട് ആരാധിച്ചിരുന്നു. എന്നാൽ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇബ്രാഹിം ഇതിനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച മിണ്ടാനോ ഭക്ഷണം കഴിക്കാനോ കഴിയാത്ത ഈ കല്ലുകൾ എങ്ങനെയാണ് നമ്മളെ സംരക്ഷിക്കുക എന്ന് അദ്ദേഹം ചോദിച്ചു. സത്യം തേടിയുള്ള യാത്രയിൽ അദ്ദേഹം ആകാശത്തെ നിരീക്ഷിച്ചു. തിളങ്ങുന്ന നക്ഷത്രത്തെയും ചന്ദ്രനെയും സൂര്യനെയും കണ്ട് അവ ദൈവമാണോ എന്ന് സംശയിച്ചു. എന്നാൽ അവയെല്ലാം ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഉദയാസ്തമയങ്ങളില്ലാത്ത ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ടെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അങ്ങനെ അദ്ദേഹം ഏകദൈവ വിശ്വാസിയായി മാറി. ഒരിക്കൽ നാട്ടുകാരെല്ലാം ഒരു വലിയ ഉത്സവത്തിന് പോയ സമയത്ത് ഇബ്രാഹിം പള്ളിയിൽ കയറി വലിയൊരു വിഗ്രഹമൊഴികെ ബാക്കിയെല്ലാം തകർത്തു. എന്നിട്ട് കോടാലി ആ വലിയ വിഗ്രഹത്തിന്റെ തോളിൽ വെച്ചു. തിരിച്ചുവന്ന ജനങ്ങൾ രോഷാകുലരായി. ഇത് ആരാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ആ വലിയ വിഗ്രഹത്തോട് തന്നെ ചോദിക്കൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. വിഗ്രഹത്തിന് സംസാരിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടെങ്കിലും സത്യത്തെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത രാജാവ് നമ്രൂദ് അദ്ദേഹത്തെ കഠിനമായി ശിക്ഷിക്കാൻ തീരുമാനിച്ചു. നാട്ടുകാരെല്ലാം ചേർന്ന് ആകാശം മുട്ടെ ഉയരുന്ന ഒരു വലിയ അഗ്നികുണ്ഡമൊരുക്കി ഇബ്രാഹിമിനെ അതിലേക്ക് എറിഞ്ഞു. എന്നാൽ അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം ആ തീ ഒരു പൂന്തോട്ടം പോലെ തണുപ്പുള്ളതായി മാറി. അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പിന്നീട് അദ്ദേഹം പലായനം ചെയ്തു. വാർദ്ധക്യകാലത്താണ് അദ്ദേഹത്തിന് ഇസ്മായിൽ എന്ന മകൻ ജനിക്കുന്നത്. മകനോടുള്ള സ്നേഹം അല്ലാഹുവിനോടുള്ള സ്നേഹത്തേക്കാൾ വലുതാകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ അല്ലാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചു. തന്റെ പ്രിയപ്പെട്ട മകനെ ബലി നൽകാൻ സ്വപ്നത്തിലൂടെ നിർദ്ദേശിച്ചു. ആ കൽപ്പന അനുസരിക്കാൻ തയ്യാറായ ഇബ്രാഹിമിന്റെ അർപ്പണബോധം കണ്ട അല്ലാഹു മകനു പകരം ഒരു ആടിനെ അവിടെ പ്രത്യക്ഷപ്പെടുത്തി. ഈ വലിയ ത്യാഗത്തിന്റെ ഓർമ്മയ്ക്കാണ് ലോകം മുഴുവൻ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. മകൻ വളർന്നപ്പോൾ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ചേർന്ന് മക്കയിൽ വിശുദ്ധ കഅബ നിർമ്മിച്ചു. ലോകത്തുള്ള മനുഷ്യരെയെല്ലാം അവിടേക്ക് തീർത്ഥാടനത്തിനായി വിളിച്ചു. ഇന്നും ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജിനായി അവിടേക്കൊഴുകിയെത്തുന്നത് ഇബ്രാഹിം നബി എന്ന ആ വലിയ മനുഷ്യന്റെ വിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും അടയാളമായിട്ടാണ്.